വരാനുണ്ട്. ആ വരുന്നത് വരെ നമ്മൾ പണി ഇവിടെ നിർത്തിവെക്കുന്നുള്ളതാണ് നമുക്കിപ്പോൾ കളക്ടർ ഓർഡർ തന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അനുകൂലമായ ഒരു ഓർഡർ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആ സമയം വരെ ഇവിടെ വർക്ക് നടക്കില്ല എന്നുള്ള ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നടത്തുന്ന സമരത്തിന്റെ എല്ലാ രൂപങ്ങളും കളക്ടർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർക്ക് നമ്മളുടെ ആവശ്യം വളരെ ജെന്യൂനാണ് എന്നുള്ളതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത്. നമ്മുടെ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ ചെയർമാനുമായി ബന്ധപ്പെട്ട് ഒരു ലെറ്റർ കൂടി വരാനുണ്ട്. അതുവരെ നമ്മൾ ഇവിടെ നടക്കുന്ന വർക്കുകൾ നിർത്തിവെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്കുകൾ നിർത്തിവെച്ചതിന് ശേഷം നമുക്ക് അനുകൂലമല്ലാത്ത നിലപാടാണ് ചെയർമാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെങ്കിൽ ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒറ്റക്കെട്ടായി അടിപ്പാത കിട്ടുന്നത് വരെ നമ്മൾ സമരം ചെയ്യും. അവിടെ നമ്മൾ ഉറച്ചു നിൽക്കും എന്നുള്ളതും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും, ഇത് ഞങ്ങളുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് എന്നുകൂടി കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് തടയാതെ പറ്റില്ല എന്നുള്ളത് ഈ ജനങ്ങളൊക്കെ ഒന്നിച്ച് നിന്ന് ഇന്ന് നമ്മുടെ കളക്ടർ വന്നപ്പോൾ കണ്ടത് ഈ ജനങ്ങളെയാണ്. ഈ ജനങ്ങളെ കണ്ടപ്പോൾ തന്നെ കളക്ടർക്ക് അതിൻ്റെ ജെന്യൂൻ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം കളക്ടർ നമുക്ക് അനുകൂലമായ വാക്കുകൾ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഈ രീതിയിൽ സംഘടിച്ച് നമ്മുടെ തിക്കോടിയിലുള്ള ജനങ്ങളാകെ, തിക്കോടി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും തിക്കോടി ടൗണിൽ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൽ ഉണ്ടാവണം എന്നുകൂടിയാണ് അറിയിക്കാനുള്ളത്. തിക്കോടി അടിപ്പാത നിർമ്മാണം ആശങ്കയിൽ ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. സർവീസ് റോഡ് നിർമ്മാണത്തിനായുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്ന് രാവിലെ 9:30ഓടെയാണ് തിക്കോടി ടൗണിലെത്തിയ കളക്ടർ അടിപ്പാതയ്ക്ക് വേണ്ടി നടക്കുന്ന സമര സ്ഥലം സന്ദർശിച്ചു. ആക്ഷൻ കമ്മിറ്റിയുമായി സംസാരിക്കുകയും തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ്, വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യാണ്ടി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ തിക്കോടി കൈരളി ഗ്രന്ഥാലയത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു. 1 മണിക്കൂറോളം ചർച്ച നീണ്ടുനിന്നു. കളക്ടർ സ്ഥലത്തെത്തുമെന്നറിഞ്ഞതോടെ സ്ത്രീകളടക്കം 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടി. കടുത്ത ചൂടവഗണിച്ചും ചർച്ച തീരും വരെ പുറത്ത് സ്ത്രീകളടക്കമുള്ള ആളുകൾ കാത്തിരുന്നു. ദേശീയപാത വിഭാഗം ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് IASുമായി ബന്ധപ്പെട്ട ശേഷം അടിപ്പാത അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ അടിപ്പാത ലഭിക്കുമെന്നും അല്ലാത്തപക്ഷം സർവീസ് റോഡ് നിർമ്മാണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ചർച്ചക്കൊടുവിൽ കളക്ടർ അറിയിച്ചു. ചെയർമാന്റെ ഓർഡർ വരുന്നതുവരെ ഇവിടെ നിലവിലെ വർക്കുകൾ നിർത്തിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അടിപ്പാത എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി.